വിജയസാധ്യത ഏകദേശം നമ്മുടെ ഷംസുദ്ദീൻ തന്നെ ജയിക്കുള്ളൂ, സാധ്യതയുള്ളൂ. ഇത്രയും ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലൊക്കെ ഈ മണ്ണാർക്കാട് ടൗൺ ആക്കിയത് പുള്ളിക്കാരൻ്റെ നേട്ടങ്ങളാണ്. ജാതിയോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും നോക്കാതെ പെരുമാറുന്ന ആളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം നല്ല ഭരണം. CPM-ന്റെ ഭരണം ജനങ്ങൾ തൃപ്തരല്ല. സംസുദ്ദീൻ തന്നെയാണ് ആകാനും സാധ്യത. സംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. UDF ഒരു തരംഗമുണ്ട്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമസ്കാരം. മറുനാട് ഇലക്ഷൻ സർവേ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് മണ്ണാർക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്താണ് വിജയസാധ്യതകളൊക്കെ? വിജയസാധ്യത ഏകദേശം നമ്മുടെ പഴയ MLA ജയിക്കുള്ളൂ, ഷംസുദ്ദീൻ തന്നെ ജയിക്കുള്ളൂ, സാധ്യതയുള്ളൂ. എന്താണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം അദ്ദേഹം ഒരു മികച്ച നിയമസഭാ സാമാജികനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത്രയും ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലൊക്കെ ഈ മണ്ണാർക്കാട് ടൗൺ ആക്കിയത് പുള്ളിക്കാരൻ്റെ നേട്ടങ്ങളാണ്. ഒരുപാട് ആരുടെയും ജാതിയോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും നോക്കാതെ പെരുമാറുന്ന ആളാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യമാണ് വീണ്ടും നാലാമത്തെ പ്രാവശ്യമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയാകാനുള്ള സാധ്യതയും ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ അദ്ദേഹം നിയമം പഠിച്ച ആളാണ്. മാത്രമല്ല, നല്ല ഒരു സാമൂഹിക പ്രവർത്തകനുമാണ്. എങ്ങനെയുണ്ട് നിലവിലെ കേരളത്തിലെ ഒരു ഭരണം? CPM-ന്റെ ഭരണം എത്രത്തോളം ജനങ്ങൾ വെറുത്തോ അതോ എങ്ങനെയാണ്? CPM-ന്റെ ഭരണം ജനങ്ങൾ തൃപ്തരല്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമൊക്കെയോ? അതിനൊക്കെ ജനങ്ങൾക്ക് എതിരഭിപ്രായമാണ്. മണ്ണാർക്കാട് MLA തുടരും? MLA തുടരുക തന്നെ ചെയ്യും. മണ്ണാർക്കാടിന്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയുണ്ട്? മണ്ണാർക്കാട് രാഷ്ട്രീയം ഉഷാറാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോവും. ആർക്കാണ് സാധ്യത? അത് പറയാൻ പറ്റില്ല, ആരും സാധ്യത പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒരേ തുല്യതയിൽ നിൽക്കുന്നത്. UDF, LDF, NDD. ഇവിടുത്തെ ഒരു വികസനം എങ്ങനെയുണ്ട്? വികസനം മുരടിപ്പാണോ അതോ വികസനം ഉണ്ടോ? ഇവിടെ വികസനം കുഴപ്പമൊന്നുമില്ല. വികസനം അത്യാവശ്യം നല്ല മണ്ണാർക്കാട് നല്ല വികസനം തന്നെ. നിലവിലെ MLA എങ്ങനെ ഉണ്ടായിരുന്നു? സംശയമല്ലേ, കുഴപ്പമൊന്നുമില്ല, നല്ല MLA. കേരളത്തിന്റെ ഒരു ഇടതുപക്ഷത്തിന്റെ ഭരണം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം നല്ല ഭരണം. എങ്ങനെയുണ്ട് മണ്ണാർക്കാട്? ആർക്കൊപ്പം ആയിരിക്കും? രണ്ട് സൈഡ് ഹാഫ്. വികസനമൊക്കെ ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മുഖ്യമന്ത്രിയെ പറ്റി എന്താണ് അഭിപ്രായം? ഹാഫ്. മണ്ണാർക്കാട് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ? തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വർഷം പിന്നെ LDF ആണ്, അടുത്ത വർഷം പിന്നെ കോൺഗ്രസ്. പക്ഷെ ഇവിടെ UDF-ന്റെ ഒരു കുത്തക സീറ്റുള്ള സ്ഥലമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും ആർക്കായിരിക്കും സാധ്യത? സംസുദ്ദീൻ തന്നെയാണ് ആകാനും സാധ്യത. സംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ള ഒരാളാണ്, ഒരു നേതാവാണ്. മണ്ണാർക്കാടിന് ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. പറയത്തക്ക വികസനം എന്തൊക്കെയുണ്ട്? വികസനം എന്ന് പറഞ്ഞപ്പോൾ ഈ ടൗണൊക്കെ ഒരു കേരളത്തിൽ ഏറ്റവും നല്ലൊരു പിന്നെ റോഡ് വീതി കൂട്ടി, അതേമാതിരി ഇവിടുത്തെ ഫുട്പാത്തുകളൊക്കെ നന്നാക്കി, അവിടെ അതേമാതിരി വൃത്തി ഒക്കെ നന്നായിട്ട് വൃത്തിയുള്ളൊരു സിറ്റിയാക്കി മാറ്റി. ഒന്നാം സ്ഥാനത്തെന്ന് പറയാം ഏകദേശം കേരളത്തിൽ. അതുകൊണ്ട് തുടർ ഭരണം നിലവിലെ MLA ഇതിനാകാൻ സാധ്യത. കേരളത്തിൽ മൊത്തം നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സാധ്യത? കേരളത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ ഭൂരിപക്ഷം ഇങ്ങനെ ഇതൊക്കെ വരുന്നത് UDF-ന് കിട്ടുന്നുള്ള. ഇടതുപക്ഷ ഭരണം വെറുത്തോ ജനങ്ങൾ? വെറുത്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. UDF-ന് ഒരു തരംഗമുണ്ട്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ അടുത്ത കടക്കണതൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഞാൻ വിനീത് മണ്ണാർക്കാടാണ്. പിന്നെ എനിക്ക് ഒരു 5-8 വർഷം മുമ്പ് പഞ്ചായത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. പക്ഷേ എൻ്റെ വീട് കാഞ്ഞിരാണ്. കാഞ്ഞിരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ആണ് എൻ്റെ വോട്ട്. പക്ഷേ എന്നെ ഇവിടുത്തെ പാർട്ടിക്കാർ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിനെതിരെ ഞാൻ പാർട്ടിക്കാരെടുത്തും എല്ലാവരുടെ അടുത്തും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരുമാതിരി ഏത് പാർട്ടിയാണോ നമുക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കണം ആ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പാർട്ടിക്കാരാ സമ്മതിക്കാത്തത്? എല്ലാ പാർട്ടിക്കാരും പറയുന്നത് നമ്മൾ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് റെഡിയാക്കി തരണമെങ്കിൽ
ആരാണോ റെഡിയാക്കി തരുന്നത് ആ പാർട്ടിക്കാർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ അത് ശരിയാവും? നിങ്ങൾ നമുക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല ഇത്. നേരിട്ട് പോയിട്ട് എന്താണെന്ന് അറിയില്ല. നമുക്ക് അതിനെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ നമ്മൾ പാർട്ടിക്കാരുടെ അടുത്താണല്ലോ ചോദിക്കണത്. പക്ഷെ അവരാരും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടിയും തരുന്നില്ല. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് സെലക്ഷനിൽ എനിക്ക് വോട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്, പക്ഷെ ആരും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ പേര് വിനീത് മണ്ണാർക്കാടാണ്. താങ്കൾ ഇത് കാര്യം ചെയ്യേണ്ടത് അവിടെ അക്ഷയയിൽ പോയിട്ട് ചോദിക്കണം എങ്ങനെയാണ് എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു തരും. ആ രീതിയിൽ അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ വോട്ട് ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു വോട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഏത് പാർട്ടിക്കാണ് കൊടുക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ 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 താങ്ക്സ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഷംസുദ്ദീനൊക്കെ ഉണ്ട്, പിന്നെ അബൂബക്കർ സാറൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. വികസനമൊക്കെ എങ്ങനെയുണ്ട് മണ്ണാർക്കാട്? വികസനം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വികസനം തന്നെയാണ് MLA വെച്ചിട്ടുള്ളത്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ബസ്സിനകത്ത് ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടോ? ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോവാം. മണ്ണാർക്കാട് സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം, മണ്ണാർക്കാട് ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും തീർന്നില്ല. എപ്പോഴെങ്കിലും തീർന്നിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു വ്യത്യാസം തന്നെ വലിയൊരു വ്യത്യാസം. അത് ശരിയായി തന്നെ പകുതി മുക്കാലും ശരിയാവും, വികസനം ഉണ്ടാവും. ഓക്കെ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് സാധ്യത? ആർക്കാന്ന് പറഞ്ഞാൽ സാധ്യത എന്ന് പറഞ്ഞാൽ പറയാനായിട്ടില്ല. കൂടുതൽ നമ്മൾ സംസ്കൃതിനാണ് കാണുന്നത്. ജയിച്ചാ മന്ത്രിയല്ലേ? ഓ ജയിച്ചാൽ മന്ത്രിയാ.